Hello, this is Abisha and welcome to my channel. This is our Onam collection start. We are late. Onam series planning. But we are order photoshoot designs അങ്ങനെ മൊത്തം ഒരു തിരക്ക് മേളമായിരുന്നു ഓണത്തിലേക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ലേറ്റ് ആയിട്ട് ഇറക്കാൻ പറ്റിയുള്ളൂ. ഇറക്കാൻ പറ്റുന്നതന്നെ വിചാരിച്ചതല്ല, പക്ഷെ എനിക്കോ സാധിച്ചു. അപ്പോൾ നമ്മൾ ഓണം കളക്ഷന്റെ ഓണം സീരീസിന്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഇതിനു മുമ്പ് ഞാൻ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ കാട്ടിയിട്ടുണ്ട്. പക്ഷെ ഓണത്തിലേക്ക് വിചാരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഔട്ട്ഫിറ്റാണ് ഇതിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ഡിസൈൻ ആണ്. നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ഡിസൈൻ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അത് ഓണത്തിലേക്ക് വേണ്ടി ചെയ്തതാണെങ്കിലും ഇപ്പൊ ഞാനിപ്പോ ഇനി അങ്ങോട്ട് കാട്ടാൻ പോകുന്ന വീഡിയോസൊക്കെ ട്രഡീഷണൽ കൈൻഡ് ഓഫ് ഡ്രസ്സാണ്. എന്ന് വെച്ചാല് പക്കാ ട്രഡീഷണൽ മാത്രമല്ല, ഫ്യൂഷൻ മോഡൽ ഡ്രസ്സുകളാണ് കാട്ടുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ഓണത്തിന് മാത്രമല്ല, അല്ലാണ്ട് അതിന് ശേഷം യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുള്ളത്. കാരണം എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് എന്താ പറയാ, ഇപ്പൊ ഓൾറെഡി ഞാൻ ഓണം വീഡിയോ ഇറക്കാൻ തന്നെ ലേറ്റായി. അപ്പൊ ഓണത്തിലേക്ക് ഇത് പർച്ചേസ് ചെയ്യുന്നത് പോസിബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഓണം കഴിഞ്ഞിട്ടും വേറെ ഒക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനാണ് നമ്മൾ ഈ ഓണത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാനൊരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ഡിസൈനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ വിസിറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. എന്റെ ചാനലിൽ ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, അതുപോലെ തന്നെ ഡിസൈൻസിന്റെ ഇൻട്രൊഡക്ഷൻസ്, സ്റ്റൈലിങ്ങിന്റെ വീഡിയോസ്, സ്റ്റൈലിംഗ് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഇതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഞാൻ വീഡിയോസിൽ കാട്ടുന്ന ഡ്രസ്സ് ഡിസൈനുകൾ നമ്മൾ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് അറിയണം, പ്രൈസ് അറിയണം, കസ്റ്റമൈസേഷൻ ചെയ്യണം. ഇതിനൊക്കെ ആണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ലിങ്ക് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ചോട്ടിലായിട്ട് വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് അയച്ചാലും മതി. അപ്പൊ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും. എങ്ങനെയാ ഓർഡർ ചെയ്യാന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയും ഞാൻ ഉണ്ടാക്കാനുള്ള എടുത്തിട്ടുണ്ട്. അതും കൂടെ പോയി കാണാം. അപ്പോ നമുക്ക് നമ്മുടെ ഓണം സീരീസിന്റെ ഫസ്റ്റ് ഡിസൈൻ പരിചയപ്പെടും. അപ്പൊ നമ്മുടെ ഓണം കളക്ഷന്റെ ഫസ്റ്റ് ലുക്കാണിത്, ഫസ്റ്റ് ഡിസൈൻ ആണിത്. ഓണം കളക്ഷൻ ആണെങ്കിലും നിങ്ങൾക്ക് അല്ലാണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാല് വെറും ഓണത്തിന് മാത്രമല്ല, ഫംഗ്ഷൻ വെയർ ആയിട്ടും ട്രഡീഷണൽ പർപ്പസുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിസൈനുകളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഡിസൈൻ ആണിത്. ഇതിപ്പോ മാനിക്വയിൽ ഇട്ടിട്ടാണ് വലിയൊരു ലുക്കൊന്നും കാണാത്തത്. ഇതിന്റെ മോഡൽ ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ വീഡിയോയുടെ മുമ്പ് ഒരു ഫോട്ടോ കാട്ടിയിട്ടുണ്ട്. ബാക്കി ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോയുടെ ശേഷം അവസാനം കാണിക്കുന്നുണ്ട്. അപ്പൊ അതോടെ കാണാം. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോവാം. ഇത് നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ പോസിബിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. വേറെ കളേഴ്സിലൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ സാധാ അംബ്രല്ല സ്കേർട്ട് ആണ് ചെയ്തിട്ടുള്ളത്. ഡബിൾ ബോർഡർ വരുന്നുണ്ട്. പിന്നെ ടോപ്പ് നോർമൽ ടോപ്പ് ആണ്. വൈഡ് യു നെക്കാണ്. യു എന്ന് പറയാൻ പറ്റില്ല, റൗണ്ട് നെക്കാണ്. വൈഡ് ആയിട്ടുള്ള ഡീപ്പ് ആയിട്ടുള്ള നെക്കാണ്. സ്ലീവ് സെമി പഫ് സ്ലീവ് ആണ്. മാനിക്വിന്റെ കൈക്ക് വണ്ണം കുറവായതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. ഇത് കുറച്ചുകൂടി ഇങ്ങനെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ പഫി ആയിട്ട് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള സെമി പഫി ആയിട്ടും ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് സ്ലീവ് വരുന്നത്. നോർമൽ കട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഹാൻഡ് വർക്കിങ്ങിന്റെ ഹൈലൈറ്റിലേക്ക് ഒന്ന് കടക്കാം. ഹാൻഡ് വർക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. മെയിൻ ആയിട്ട് ഇതിന്റെ ഹാൻഡ് വർക്ക് വരുന്നത് നെക്കിലാണ്. നെക്കിൽ വളരെ ബ്രോഡായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് പാറ്റേൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് പാർട്ടി വെയർ ആയിട്ടും ആപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ എൻഗേജ്മെന്റ് ഡ്രസ്സുകളൊക്കെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ ഓപ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണിത്. അപ്പൊ നമുക്ക് നെക്കിലെ ഡിസൈൻ നോക്കാം. നെക്കിൽ ഒരു ബോർഡർ ആണ്, ഞാൻ പറഞ്ഞു കുറച്ച് ബ്രോഡായിട്ടുള്ള ബോർഡറാണ്. ഫസ്റ്റ് കട്ട് ബീഡ്സിന്റെ ഒരു ലെയറും
ഷുഗർ ബീഡ്സിന്റെ ഒരു ലെയറും പിന്നെ ഒരു കട്ട് ബീഡ് ലെയറും വരുന്നുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ മെയിൻലി മെറ്റാലിക് സിൽവർ കളറിലാണ് ഈ വർക്കൊക്കെ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് മെറ്റാലിക് സിൽവർ കളറും സിൽവർ കളറിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഇതിൽ വർക്ക് വന്നിട്ടുള്ളത്. ആ ഔട്ട്ലൈനിന് ശേഷം പിന്നെ അതേ ഔട്ട്ലൈൻ ഈ താഴത്തെ പോർഷനിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒരു ജാൽ വർക്ക് എന്നൊക്കെ പറയാൻ വേണ്ടേ നമുക്ക്, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, കള്ളികളായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതിലുള്ളത്. ഈ ക്രോസിന്റെ ഇടയിൽ രൂപപ്പെട്ടിട്ടുള്ള ഡയമണ്ട് ഷേപ്പിന്റെ ഇടയിൽ അവിടെ ഇവിടെ ആയിട്ട് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്ലവേഴ്സ് 2 രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സിൽവർ കളർ മെറ്റാലിക് സിൽവർ കളർ കട്ട് ബീഡ്സിന്റെ ഒരു ഫ്ലവർ ഉണ്ട്. പിന്നെ ഇതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൂ കളറുള്ള ഫ്ലവേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ കട്ട് ബീഡ്സിന്റെ ഫ്ലവർ നോക്കുകയാണെങ്കിൽ സെന്ററിൽ ഒരു ബീഡ് വെച്ചിട്ട് പിന്നെ കട്ട് ബീഡ്സ് വെച്ചിട്ട് സ്റ്റാർ പോലെ അല്ലെങ്കിൽ ഫ്ലവർ പോലെ അറേഞ്ച് ചെയ്തതാണ്. ഈ ഒരു ത്രെഡിന്റെ ഫ്ലവർ എന്ന് പറയുന്നത് ഇങ്ങനെ ആ ഒരു കള്ളിയിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന പോലെയാണ് ഉള്ളത്. ഇത് ബ്ലൂ കളറിലാണ് ചെയ്തിട്ടുള്ളത്. സെന്ററിൽ നമ്മൾ അതേ സിൽവർ കളർ ബീഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോൺട്രാസ്റ്റ് ഈ ഒരു ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്കിപ്പോൾ ദൂരത്ത് നോക്കുവാണെങ്കിലും ആ ഒരു കോൺട്രാസ്റ്റിങ് കാണാം അടിപൊളിയായിട്ട്. പിന്നെ നമ്മൾ വർക്ക് കൊടുത്തിട്ടുള്ളത് സ്ലീവിലാണ്. സ്ലീവ് ഈ പഫിൻ്റെ താഴെ നമ്മളൊരു എക്സ്ട്രാ ഒരു പാനൽ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ. അവിടെയാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും അടിയിലായിട്ട് നമ്മൾ ബോർഡർ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു നേരിയ ബോർഡറാണ്. കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചിട്ടുള്ള 3 ലൈൻസും അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു 6-ആഗ് പാറ്റേണിൽ കട്ട് ബീഡ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഫ്ലവേഴ്സ് പോലെയുള്ള ആ ഒരു ഡിസൈൻ, ഒരു ഫ്ലവർ പോലെ നമ്മൾ ആ ഒരു ക്രോസിന്റെ ഇടയിൽ കൊടുത്തിട്ടില്ലേ, ആ ഒരു ഡിസൈൻ വെച്ചിട്ട് അവിടെ ഇവിടെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്ലീവിൽ വരുന്ന ഡിസൈൻ. മെറ്റീരിയൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മെറ്റീരിയൽ വരുന്നത് ഇത് ശരിക്കും ഒരു ബ്രൊക്കേഡിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ശരിക്കും പക്കാ ബ്രൊക്കേഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ബ്രൊക്കേഡിന്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണിത്. എന്താ പറയുക, കോട്ടൺ സിൽക്കൊക്കെയാണ് ഇതിൻ്റെ ത്രെഡ് വരുന്നത്, സിൽക്ക് ത്രെഡുകളൊക്കെയാണ്. ഇനിവേ അങ്ങനെയുള്ള ഒരു പാറ്റേൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതിൽ സെൽഫ് പാറ്റേൺ വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രിന്റ് പോലെ സെൽഫ് പാറ്റേൺ ആയിട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ സ്കേർട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ടിഷ്യൂലാണ്. സിൽവർ കളർ ടിഷ്യൂ ആണ്. കണ്ടോ, ഷൈനിങ് കണ്ടോ, സിൽവർ കളർ ടിഷ്യൂ ആണ്. ഇത് വൈറ്റ് അല്ല, ശരിക്കും ലൈറ്റ് സിൽവർ കളറാണ്. ഇതിന്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്കേർട്ടിന്. താഴെ ഡാർക്ക് സിൽവറും അതിന്റെ മുകളിലായിട്ട് ടോപ്പിൽ യൂസ് ചെയ്തിട്ടുള്ള ആ റെഡ് മെറ്റീരിയൽ വെച്ചിട്ടുമാണ് ബോർഡർ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് മെസ്സേജിങ്ങിലേക്ക് വരും. ഇതിനുശേഷം നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേറെ ഫോട്ടോസ് കാട്ടുന്നുണ്ട്, അടിപൊളിയായിട്ടുള്ള, അതും കൂടെ കാണുക നിങ്ങൾ. പിന്നെ കസ്റ്റമൈസേഷൻ ഒക്കെ പോസിബിൾ ആണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓണം കളക്ഷൻ, ഓണം ഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ. ബാക്കി ഫോട്ടോസ് കാണാൻ ആരും മറക്കരുത്. താങ്ക് യു.